ഹായ് ഓൾ, വെൽക്കം ടു കരിയർ മലയാളം 24/7. എൻ്റെ പേര് ജിജി. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ സെഷൻസ് ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് SBIയുടെ പുതിയ റിക്രൂട്ട്മെന്റ് ആണ്. SBIയുടെ പുതിയ റിക്രൂട്ട്മെന്റ് എന്ന് പറയുമ്പോൾ സാധാരണ SBI എന്ന് പറയുന്ന ഒരു നാഷണലൈസ്ഡ് ബാങ്കിൽ കയറുക എന്ന് പറയുന്നത് വളരെ പ്രൗഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. അപ്പോൾ SBIയിലേക്ക് പോവുകയാണെങ്കിൽ സാധാരണ രീതിയിൽ ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഉണ്ട്. കാരണം എക്സാം ടഫാണ്, ബാങ്ക് എക്സാം പൊതുവേ ടഫാണ് നമുക്കറിയാം. അപ്പൊ ഈ എക്സാം ഒക്കെ ക്ലിയർ ചെയ്ത് പ്രിലിംസും മെയിൻസ് ഒക്കെ കഴിഞ്ഞ് ഇന്റർവ്യൂ കഴിഞ്ഞിട്ടേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടുത്തെ SBI റിക്രൂട്ട്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ വരുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോ ഇവിടെ SBI SO റിക്രൂട്ട്മെന്റ് ആണ് പ്രധാനമായിട്ട് ഇവിടെ വരുന്നത്. അപ്പോ ഇവിടുത്തെ നോക്കിക്കഴിഞ്ഞാൽ ഓർഗനൈസേഷൻ SBI ആണ്, നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്. അതുപോലെ തന്നെ കേഡർ വരുന്നത് സ്പെഷ്യലിസ്റ്റ് കേഡർ ഓഫീസർ SEO ആണ് വരുന്നത്. 3 പോസ്റ്റിലേക്കുള്ളതാണ് മെയിൻ ആയിട്ട് നോക്കുന്നത്. VP വെൽത്ത് SRM-ഉം അതുപോലെ തന്നെ AVP വെൽത്ത് എന്ന് പറയുമ്പോൾ RM-ഉം കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ്. നമ്മളിപ്പോ നോക്കാൻ പോകുന്നത് കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവിന്റെ പോസ്റ്റ് ആണ് നോക്കാൻ പോകുന്നത്. മൊത്തം എല്ലാം കൂടി ഒഴിവുകൾ 996 ആണ് മൊത്തം ഒഴിവുകൾ ഉള്ളത്. 996 ആണ് ഒഴിവുകൾ ഉള്ളത് കേട്ടോ. ഇനി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് ഓൺലൈൻ വഴി മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഓൺലൈൻ വഴി മാത്രമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അപ്ലിക്കേഷൻ ഡേറ്റ് ഓൾറെഡി തുടങ്ങി. ഈ മാസം ഡിസംബർ 2-ാം തീയതിയാണ് അപ്ലിക്കേഷൻ ഡേറ്റ് തുടങ്ങിയത്. 2-ാം തീയതി തുടങ്ങിയിട്ട് ഈ മാസം 23-ാം തീയതി വരെയാണ് ഉള്ളത്. ഈ മാസം എന്തായിരുന്നു, 23-ാം തീയതി വരെയാണ് ഉള്ളത്. 23-ാം തീയതി വരെയാണ് ഉള്ളത്. ഇനി ഇതിന്റെ സെലക്ഷൻ പ്രോസസ്സ്, അതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. 2 ഘട്ടം മാത്രമേ ഉള്ളൂ. സാധാരണ ഒരു എക്സാമിന് നമ്മൾ പറഞ്ഞ പോലെ പ്രിലിംസ് പഠിക്കണം, പ്രിലിംസ് ക്ലിയർ ആവണം, പ്രിലിംസ് ക്ലിയർ ആയി കഴിഞ്ഞാൽ മെയിൻസ് ക്ലിയർ ആവണം, അങ്ങനെ അത് കഴിഞ്ഞ് ഇന്റർവ്യൂ. ഇവിടെ ആദ്യം നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മളുടെ ക്വാളിഫിക്കേഷൻ വെച്ച് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എലിജിബിൾ ആണോ, ഒരു ആദ്യം ഷോർട്ട് ലിസ്റ്റ് ആണ് തയ്യാറാക്കുക. ഓക്കെ, ആദ്യം എന്തായിരുന്നു തയ്യാറാക്കുന്നത്, ഒരു ഷോർട്ട് ലിസ്റ്റ് ആണ് ആദ്യം തയ്യാറാക്കുന്നത്. അത് കഴിഞ്ഞിട്ട് എന്തായിരുന്നു, ഇന്റർവ്യൂ ആണ് അത് കഴിഞ്ഞിട്ട് വരുന്നത്. അത് കഴിഞ്ഞ് വരുന്നതാണ് ഇന്റർവ്യൂ. അത് കഴിഞ്ഞിട്ട് എന്തായിരുന്നു, ഇന്റർവ്യൂ ആണ് വരുന്നത്. ആദ്യം ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നു, അത് കഴിഞ്ഞ് ഇന്റർവ്യൂവും കൂടിയിട്ട് നടക്കുന്നു. അങ്ങനെയാണ് ഇവിടുത്തെ എന്ത് നടക്കുന്നത്, സെലക്ഷൻ പ്രോസസ്സ് നടക്കുന്നത്. അങ്ങനെയാണ് സെലക്ഷൻ പ്രോസസ്സ് ഇവിടെ നടക്കുന്നത്. അപ്പൊ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇനി ഏത് വെബ്സൈറ്റിലാണ് പോയി അപ്ലൈ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ www.sbi.co.in. ഓക്കെ, അപ്പൊ www.sbi.co.in. അപ്പൊ ഈ ഒരു സൈറ്റിൽ നിങ്ങൾ പോവുക, എന്നിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പൊ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ബാക്കിയുള്ള ഡീറ്റെയിൽസും കൂടി പറയാം, ഏജ് ലിമിറ്റും ക്വാളിഫിക്കേഷൻ ഒക്കെ പറയാം. അപ്പോ ഇപ്പോഴും പറയുന്ന പോലെ നമ്മുടെ വയസ്സുകൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ കിട്ടുന്ന ഒരു അവസരം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. പ്രത്യേകിച്ച് ബാങ്കിങ് ജോബ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, കുറച്ചുകൂടി പ്രായം കുറയുന്ന സമയത്താണ് നമുക്ക് ബാങ്കിങ് ജോബ് ഒക്കെ കിട്ടുള്ളൂ അല്ലെ. അപ്പോൾ ഈ ഒരു ജോലി എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. നമുക്ക് സാധാരണ PSC ഒക്കെ പോലെ, അതിന് PSC അത്രയും ഇല്ലെങ്കിൽ അതിനടുപ്പിച്ചിട്ടുള്ള ഏജ് ലിമിറ്റ് ഒക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ആ ഒരു രീതിയിൽ പഠിക്കാൻ വേണ്ടി നോക്കുക. കാരണം അവസരങ്ങൾ എന്നും നമുക്ക് കിട്ടില്ല. കിട്ടുന്ന അവസരങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും എന്ന് പറഞ്ഞിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കും. ഒരു പ്രായം കഴിഞ്ഞെന്ന് വെച്ചാൽ നമുക്ക് പഠിക്കാൻ പറ്റില്ല. ഒരു പ്രായം കഴിഞ്ഞെന്ന് വെച്ചാൽ നമ്മുടെ പ്രയോറിറ്റീസ് മാറും, നമ്മുടെ ജീവിതം മുഴുവൻ മാറും. പിന്നെ നമുക്ക് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും അത് പ്രാക്ടിക്കലി ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് വരും. എൻ്റെ കാര്യം ഉൾപ്പെടെയാണ് ഞാൻ പറയുന്നത്. എനിക്ക് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും എനിക്ക് താല്പര്യമില്ലായിരുന്നു. ഇപ്പൊ പഠിക്കണം എന്ന് എനിക്ക് തോന്നുന്നുണ്ട്, പക്ഷെ എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല. അപ്പൊ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അതുകൊണ്ടാണ് എനിക്ക് എപ്പോഴും ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അവസാനം റിഗ്രറ്റ് അടിക്കും. എനിക്കിപ്പോ ഭയങ്കര റിഗ്രഷൻ ആണ്. ഞാൻ ഇത്രയും കാലം പഠിച്ചില്ലല്ലോ, എന്നാൽ ഇനി എനിക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടോ, അതും പഠിക്കാൻ പറ്റുന്നില്ല. ഏജ് ലിമിറ്റ് ഒന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ, അങ്ങനെ വിചാരിക്കണ്ട. അപ്പോ എന്നിട്ടും പറ്റുന്നില്ല. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്കും കൂടി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ വീഡിയോസിലും ഞാൻ ഇത് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. കാരണം ഞാൻ മറന്ന കാര്യം നിങ്ങൾ എല്ലാവരും ഓർക്കണം എന്നുണ്ട്. അത് കാരണം ആർക്കെങ്കിലും ബോധോദയം വന്നിട്ട് പഠിക്കാൻ പറ്റുവാണെങ്കിൽ പഠിക്കട്ടെ. അതുകൊണ്ട് ഒരു നിമിഷം അല്ലെങ്കിൽ നാളെ മുതൽ പഠിക്കാതൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. ഇന്ന് മുതൽ നിങ്ങൾക്ക് പഠിക്കാൻ ഓക്കെ ആണോ, നിങ്ങൾ ഇന്ന് മുതൽ പഠിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുക. അല്ലാണ്ട് നാളെ എന്ന് പറഞ്ഞിട്ട് മാറ്റി വെച്ചാൽ നമുക്കത് നാളെ നാളെ എന്ന് പറഞ്ഞിട്ട് നീളെ നീളെ എന്ന് പറയും. ഓക്കെ, അപ്പോ നിങ്ങൾ ആദ്യം അതൊന്ന് മനസ്സിലാക്കുക. ഫൈൻ. ഇനി അടുത്തത്, ഇതിൽ ഇമ്പോർട്ടന്റ് ഡേറ്റ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞെന്ന് വെച്ചാൽ, നോട്ടിഫിക്കേഷൻ വന്നത് ഡിസംബർ 2-ാം തീയതിയാണ് ഇതിന്റെ നോട്ടിഫിക്കേഷൻ വന്നത്. ഓക്കെ, എപ്പോഴാണ്, ഡിസംബർ 2-ാം തീയതിയാണ് ഇതിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നത്.
ഇനി അടുത്ത നമ്മൾ നോക്കിക്കഴിഞ്ഞെന്ന് വെച്ചാൽ ഇതിന്റെ എപ്പോഴാണ് നോട്ടിഫിക്കേഷൻ നമ്മുടെ അപ്ലൈ ചെയ്യേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ 2-ാം തീയതി മുതൽ തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. 2-ാം തീയതി മുതൽ തന്നെ നിങ്ങൾക്ക് എന്തായിരുന്നു ഈ ഒരു ഞാൻ പറഞ്ഞ ഒരു വെബ്സൈറ്റ് വഴി അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി അടുത്ത നമ്മൾ നോക്കിക്കഴിഞ്ഞെന്ന് വെച്ചാൽ എപ്പോഴാണ് ഡേറ്റ് ക്ലോസ് ചെയ്യുന്നത്, അപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 23-ാം തീയതിയാണ്. ഞാൻ ഇന്നാൾ ഇത് ഞാൻ ലൈവിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലൈവിൽ വന്നപ്പോ പറഞ്ഞപ്പോ ഒരാൾ എന്നോട് ചോദിച്ചു 23-ാം തീയതി കഴിഞ്ഞാൽ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് തരുമെന്ന് ചോദിച്ചായിരുന്നു. എന്തിനാ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്? അപ്പൊ ഇപ്പൊ നമുക്ക് സമയമുണ്ട്. നിങ്ങൾ ഇതിനെ 23-ാം തീയതി വരെ കാത്തിരുന്ന് അപ്ലൈ ചെയ്യാൻ പറ്റിയില്ല, എന്നിട്ട് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാനൊക്കെ എന്ന് പറയുമ്പോൾ ഭയങ്കര ടാസ്ക് അല്ലേ. നമ്മൾ എന്തിനാ അത്രയും സാഹസികതയൊക്കെ കാണിക്കണേ? നമുക്ക് ഇപ്പൊ 23-ാം തീയതി വരെ സമയമുണ്ട്. അപ്പൊ നിങ്ങൾ 23-ാം തീയതി വരെ സമയം ഉണ്ടെന്നിട്ട് ലാസ്റ്റിലേക്ക് മാറ്റി വെക്കാതെ ഇപ്പൊ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുക. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ ലാസ്റ്റിലേക്ക് മാറ്റി വെച്ചു എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാരണവശാലും മനുഷ്യന്മാരല്ലേ, നമുക്ക് മറക്കും, പലവിധ അർജൻസി വരും. അപ്പൊ ഇത് എന്തെങ്കിലുമൊക്കെ ഒരു കാരണങ്ങൾ കൊണ്ട് അപ്ലൈ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അവിടെ എന്തായിരുന്നു ഒത്തിരി ഇഷ്യൂസ് നമുക്ക് ഉണ്ടാവും. അപ്പൊ അതിനെക്കാട്ടിലും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ മര്യാദയ്ക്ക് അങ്ങ് ഏറ്റവും നേരത്തെ പറ്റുവാണെങ്കിൽ എത്രയും നേരത്തെ അപ്ലൈ ചെയ്യുന്നതാണ്. അപ്പൊ പിന്നെ ടെൻഷൻ ഇല്ലല്ലോ, സമാധാനത്തോടെ നിങ്ങൾ ഇരിക്കുക. അപ്പൊ ഇന്നോ നാളെ ആയിട്ട് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുക. മാക്സിമം ആൾക്കാർ ഇന്ന് തന്നെ അപ്ലൈ ചെയ്യുക. അല്ലെങ്കിൽ ഇന്ന് ബാക്കിയുള്ള ക്രൈറ്റീരിയസ് ഒക്കെ നോക്കി നിങ്ങളുടെ ഫോട്ടോയും സിഗ്നേച്ചറും ഒക്കെ സൈസ് ഒക്കെ നോക്കിയിട്ട് എടുത്തു വെക്കുക. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം നാളെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അങ്ങനെ എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ ഉടനെ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 23-ാം തീയതിയാണ്. അതുപോലെ തന്നെ ഫീ പേ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് 23-ാം തീയതിയാണ്. അപ്പൊ 23-ാം തീയതിക്കുള്ള എന്തായിരുന്നു നിങ്ങൾ ഫീയും കൂടിയിട്ട് പേ ചെയ്യുക. അപ്പൊ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേറ്റ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ക്വാളിഫിക്കേഷനും ഏജ് ലിമിറ്റും ആണ്. നമ്മൾ പറഞ്ഞു നമ്മൾ കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ് മാത്രമേ നോക്കുന്നുള്ളൂ. കാരണം ബാക്കി 2 പോസ്റ്റുകളിലും, അതായത് SRM-ഉം RM പറയുന്ന പോസ്റ്റിൽ എക്സ്പീരിയൻസും കൂടി വേണം. അപ്പോൾ 5 ഇയർ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽ എക്സ്പീരിയൻസ് ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ ഒരു ലൈവ് ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിലെല്ലാം കൂടി പറയുന്നുണ്ട്. അപ്പൊ ആ വീഡിയോ ഇരുന്ന് ഒന്ന് കണ്ടാൽ മതി. ഇനിയിപ്പോ നമുക്ക് എക്സ്പീരിയൻസ് ഒന്നും ഇല്ല, നമുക്കൊരു ഗ്രാജുവേഷൻ മാത്രമാണ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റ് അപ്ലൈ ചെയ്യാം. നമുക്ക് എക്സ്പീരിയൻസ് ഇല്ല, പക്ഷെ നമുക്ക് എന്തുണ്ട്, ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു പോസ്റ്റ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ. അപ്പൊ അതും കൂടിയിട്ട് ഒന്ന് മനസ്സിലാക്കുക. ഇനി അടുത്ത നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗ്രാജുവേഷൻ ഉള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പൊ എത്ര മാർക്ക് എന്നൊന്നും പറഞ്ഞിട്ടില്ല, എത്ര മാർക്ക് അങ്ങനൊന്നും പറഞ്ഞില്ല. നിങ്ങൾക്ക് ഗ്രാജുവേഷൻ ഉണ്ടോ നിങ്ങൾക്ക് സുഖമായിട്ട് ഈ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യാം. ഇനി അടുത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏജ് ലിമിറ്റ് ആണ് നോക്കുന്നത്. കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവിന് മിനിമം 20 വയസ്സും മാക്സിമം 35 വയസ്സാണ്. നോക്കുക, ബാങ്കിങ് ജോലിക്ക് ഇത്രയും ഏജ് ലിമിറ്റ് കൊടുക്കാറില്ല, നോർമലി കൊടുക്കാറില്ല. അപ്പൊ ഇതൊരു ഗോൾഡൻ ചാൻസ് ആണ്. കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവിന് 20 വയസ്സ് മുതൽ 35 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത്. 35 വയസ്സ് വരെ എന്ന് പറയുന്നത് ആർക്കാണ്? അൺറിസർവ്ഡ് കാറ്റഗറിക്കാണ് അല്ലെ. അൺറിസർവ്ഡ് കാറ്റഗറിക്കാണ് 35 വയസ്സ് വരെ പറയുന്നത്, അൺറിസർവ്ഡ് കാറ്റഗറിക്ക്. ഇപ്പൊ നോർമലി നമ്മൾ ഒരു ഏജ് ലിമിറ്റോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നോക്കുന്ന സമയത്ത് അവിടെ എന്തുണ്ട്, നമുക്ക് ഗവൺമെന്റ് നോംസ് അനുസരിച്ചിട്ടുള്ള ഏജ് റിലാക്സേഷൻ എല്ലാവർക്കും കിട്ടും. അതേപോലെ എന്തായിരുന്നു ഇതിനും നമുക്ക് ഏജ് റിലാക്സേഷൻ കിട്ടുന്നുണ്ട്. ഈ 35 എന്ന് നമ്മൾ പറഞ്ഞു അൺറിസർവ്ഡ് കാറ്റഗറി ആണെന്ന്. അപ്പോ ഇനിയിപ്പോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ OBC ആണെങ്കിൽ എത്ര വയസ്സ് വരെ എക്സാം എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ 38 വയസ്സ് വരെ എക്സാം എഴുതാം. കാരണം OBC-കാർക്ക് എത്ര വർഷം റിലാക്സേഷൻ ഉണ്ട്? 3 വർഷം റിലാക്സേഷൻ ഉണ്ട്. അപ്പൊ അങ്ങനെയാകുമ്പോ എന്തായിരുന്നു 38 വയസ്സ് വരെ OBC-കാർക്ക് എഴുതാൻ പറ്റും. ഇനി അടുത്ത നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ SC/ST ആണ്. SC/STക്ക് എത്ര വർഷം റിലാക്സേഷൻ ഉണ്ട്? 5 വർഷം റിലാക്സേഷൻ ഉണ്ട്. OBC-ക്ക് 3 വർഷവും SC/STക്ക് 5 വർഷമാണ്. 5 വർഷം എന്ന് പറയുമ്പോൾ 40 വയസ്സ് വരെ എന്തായിരുന്നു അവർക്ക് എക്സാം എഴുതാം, 40 വയസ്സ് വരെ. ഇനി അടുത്ത സാധാരണ ഒരു ക്വസ്റ്റ്യൻ വരുന്നത് PWBD. അപ്പോൾ സാധാരണ PWBDക്ക് എങ്ങനെയാണ് ഏജ് റിലാക്സേഷൻ വരുന്നത് ചോദിച്ചു കഴിഞ്ഞാല് അത് 10 വർഷമാണ് ഏജ് റിലാക്സേഷൻ വരുന്നത്. ഏതിന്? അൺറിസർവ്ഡ് കാറ്റഗറിക്ക് 10 വർഷമാണ്. OBC-ക്ക് വരുന്നത് 13 വർഷമാണ്. SC/STക്ക് വരുന്നത് 15 വർഷമാണ്. അങ്ങനെയാണ് PWBDക്കും ഏജ് റിലാക്സേഷൻ വരുന്നത്. സോ നമുക്ക് കൃത്യമായിട്ടുള്ള ഏജ് റിലാക്സേഷൻ ഒക്കെ ഉള്ള ഒരു എക്സാം ആണ്. ഇപ്പൊ ബാങ്കിങ് എക്സാം പലപ്പോഴും ഇത് കിട്ടില്ല. ഇപ്പൊ പല ആൾക്കാർക്കും ബാങ്കിങ് ജോലി താല്പര്യമുണ്ട്, പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അവിടെ എന്തായിരുന്നു നിങ്ങൾക്ക്
പ്രോപ്പറായിട്ട് പഠിക്കേണ്ട സമയത്ത് പഠിക്കാൻ പറ്റില്ല, പക്ഷെ ഏജ് ലിമിറ്റ് കഴിഞ്ഞു എന്നുള്ളവർക്കൊക്കെ പറ്റിയ ഏറ്റവും നല്ലൊരു എക്സാമിനേഷൻ ആണ് ഇതെന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ എന്തായാലും മാക്സിമം എല്ലാവരും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി ഇതിന്റെ ഫീ ആണ് വരുന്നത്. ഫീ എന്ന് പറയുന്നത് ജനറൽ EWS OBCക്ക് 750 രൂപയാണ് ഫീ വരുന്നത്. ഇനി നിങ്ങൾ SC/ST PWD ആണെങ്കിൽ ഉറപ്പായിട്ടും എന്തായിരുന്നു, ഒരു ഫീസും കൊടുക്കണ്ട. അപ്പൊ ഫീസ് എത്ര തീയതിക്കുള്ള അടയ്ക്കണം? 23-ാം തീയതിക്ക് 23rd ഡിസംബറിനുള്ളില് ഈ ഫീസ് 750 രൂപ അടച്ചിരിക്കണം. ഇത് ഓൺലൈൻ മെത്തേഡിലാണ് അടയ്ക്കേണ്ടത്. അപ്പൊ ഇത് എങ്ങനെ അടയ്ക്കേണ്ടത്? ഓൺലൈൻ മെത്തേഡിലാണ് അടയ്ക്കേണ്ടത്. അതും കൂടി മനസ്സിലാക്കുക. ഓഫ്ലൈനിലല്ല, ഓൺലൈൻ. പണ്ടൊക്കെ നമുക്ക് ഓഫ്ലൈനിൽ അടയ്ക്കായിരുന്നു അല്ലെ? ഇപ്പോ സാധാരണ രീതിയിൽ ഓഫ്ലൈനിലാണ് പണ്ടൊക്കെ അടയ്ക്കാറ്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, എല്ലാം ഓൺലൈനാണ്. ഇപ്പൊ ഏത് ഫീസ് അടയ്ക്കണം എന്ന് പറഞ്ഞാലും നമുക്ക് ഓൺലൈനിലാണ് അടയ്ക്കാൻ പറ്റുക. ഓക്കെ. അപ്പൊ SC/ST PWDക്ക് മാത്രം ഫീസ് ഇല്ല, ബാക്കി എല്ലാവർക്കും ഫീ ഉണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. 750 രൂപയിൽ നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുവാണെങ്കിൽ, നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ട്, ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് ആണ് 750 രൂപ. നമുക്കൊരു ഡ്രസ് എടുക്കുന്ന പൈസ മാത്രമേ ഉള്ളൂ അല്ലെ? അപ്പൊ എത്രയോ രൂപ നമ്മൾ വേസ്റ്റ് ആക്കി കളയുന്നുണ്ട്. അപ്പോൾ ഇത് വേസ്റ്റ് ആക്കല്ല, നമ്മുടെ പർപ്പസിന് വേണ്ടി കളയുന്നുണ്ട്. ഇത് നമ്മുടെ ഒരു പർപ്പസ് ആയി പ്രയോറിറ്റി കൊടുത്തിട്ട് ഇതിൽ നിൽക്കുക. കാരണം 750 രൂപ നമ്മൾ ഞെട്ടും. എന്നിട്ട് 750 രൂപയ്ക്ക് നമ്മൾ കുറെ കാര്യങ്ങൾ, അല്ലെങ്കിൽ 250 രൂപയോ 200 രൂപ വെച്ചിട്ട് തന്നെ ഒരു 5 കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ള ആൾക്കാരാണ് നമ്മൾ. എല്ലാവരും ചെയ്യാറുള്ള ആൾക്കാരാണ്, ആരും ചെയ്യില്ല എന്നൊന്നും പറയില്ല. എല്ലാവരും ചെയ്യാൻ നമ്മൾ മൂവിക്ക് പോകും, ഫ്രണ്ട്സിന്റെ കൂടെ പുറത്തു, അപ്പോഴൊക്കെ പൈസ അല്ലേ ചിലവാകുന്നത്. സോ നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടും കൂടി ഒരു 750 രൂപ ചിലവാക്കി കഴിഞ്ഞാൽ വലിയ, ഞാൻ SBIയുടെ ഒരു ഏജന്റ് ഒന്നല്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞു തരുന്നു എന്ന് മാത്രമേ, എനിക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കമ്മീഷൻ ഒന്നും കിട്ടില്ല. ഓക്കെ ഫൈൻ. അപ്പൊ ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. 750 രൂപയാണ്. അപ്പൊ നിങ്ങളത് പേ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി അടുത്തത് നമുക്ക് നോക്കാം, ഇതിന്റെ സെലക്ഷൻ പ്രോസസ് എങ്ങനെയാണ് വരുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ 2 ഘട്ടം മാത്രമാണ് ഇതിലുള്ളത്. ഒന്ന് ഷോർട്ട് ലിസ്റ്റിംഗ് ആണ്. ഷോർട്ട് ലിസ്റ്റിംഗ് നമ്മൾ അറിയ പോലുമില്ല. എന്നാൽ നമ്മൾ അറിയില്ല എന്ന് പറയാനുള്ള ഒരു കാരണം, നമ്മൾ അപ്ലൈ ചെയ്യുന്നു, അപ്പൊ അവര് നോക്കും നമ്മുടെ പ്രൊഫൈൽ. നമ്മളെ പോലെ ഒരുപാട് പേര് അപ്ലൈ ചെയ്തിട്ടുണ്ടാവുമല്ലോ, ഒരുപാട് അത്രയില്ല, കാരണം മിക്ക ആൾക്കാർക്ക് ഇതൊന്നും അറിയില്ല. ഞാൻ പിന്നെ എവിടെ നിന്നെങ്കിലൊക്കെ എടുത്ത് കൊണ്ടുവരുന്നതാണ്. കുറെ പേർക്ക് അറിയില്ല ഇതൊന്നും. അപ്പൊ ആദ്യം ഷോർട്ട് ലിസ്റ്റ് ചെയ്യും, അവർക്ക് എലിജിബിൾ ആണെന്ന് തോന്നുന്ന പ്രൊഫൈൽ ഒന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. അത് കഴിഞ്ഞാൽ ഇന്റർവ്യൂവിന് വിളിക്കും. അപ്പൊ ഇന്റർവ്യൂവിന് വിളിക്കുമ്പോൾ ഈ ഇന്റർവ്യൂവിന് എന്തായിരുന്നു, നമുക്ക് 100 മാർക്കാണ് ഇന്റർവ്യൂവിനുള്ളത്. ഓക്കെ, 100 മാർക്കാണ് ഇന്റർവ്യൂവിനുള്ളത്. അപ്പൊ ഇന്റർവ്യൂവിനാണ് അടുത്ത നമ്മളെ വിളിക്കുന്നത്. അതുപോലെ തന്നെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് ഫോർ സെലക്ഷൻ വിൽ ബി പ്രിപ്പയർഡ് ബേസ്ഡ് ഓൺ സ്കോർ ഓഫ് കാൻഡിഡേറ്റ്സ് ഒബ്റ്റെയിൻ ഇൻ ഇന്റർവ്യൂസ് ഓൺലി. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വെച്ചാൽ എന്തായിരുന്നു, ഫൈനൽ ലിസ്റ്റ് ഇന്റർവ്യൂവിന്റെ മെറിറ്റ് അനുസരിച്ച് മാത്രമാണ്. നിങ്ങൾക്ക് ഇന്റർവ്യൂവിൽ കൂടുതൽ മാർക്ക് ഉണ്ടോ, നിങ്ങൾ ഉറപ്പായിട്ടും എന്തായിരുന്നു, നിങ്ങൾക്ക് സെലക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഇന്റർവ്യൂവിനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, നല്ല കോൺഫിഡന്റ് ആയിട്ട് പോയിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. അപ്പൊ ഇന്റർവ്യൂ എങ്ങനെ അറ്റൻഡ് ചെയ്യും? ഓഫ്ലൈൻ നേരിട്ട് പോയി അറ്റൻഡ് ചെയ്യണോ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ കോളോ വീഡിയോ കോളൊക്കെ വഴി ആയിരിക്കാം എന്നും കൂടിയിട്ട് ഇവിടെ പറയുന്നുണ്ട്. നേരിട്ട് പോയിട്ട് തന്നെ അറ്റൻഡ് ചെയ്യണം അങ്ങനെയില്ല. ചിലപ്പോൾ ഇങ്ങനെ ഇതുവഴിയും ആയിരിക്കാം എന്നും കൂടിയിട്ട് ഇവിടെ പറയുന്നുണ്ട്. അതുകൊണ്ട് വലിയ ടെൻഷൻ ഒന്നും വേണ്ട. ഇനി എവിടെയെങ്കിലൊക്കെ ഒരു ഇന്റർവ്യൂവിന് വിളിച്ചു കഴിഞ്ഞാൽ എങ്ങോട്ടെങ്കിലൊക്കെ പോകേണ്ട വരും എന്നുള്ള ഒരു ടെൻഷനോ മറ്റോ കാര്യങ്ങളൊന്നും ഇവിടെ വേണ്ട കേട്ടോ. ഇനി അടുത്തത്, ഇതിന്റെ സാലറി നമുക്ക് നോക്കാം. SRMന്റെ സാലറി 44.70 ലാക്ക് ആണ് വരുന്നത്. അപ്പൊ per annum ആണ് വരുന്നത് കേട്ടോ, per annum ആണ് വരുന്നത്. നമുക്ക് SRM അല്ല നമ്മൾ നോക്കുന്നത്. SRM എന്ന് പറയുന്നത് കുറച്ചുകൂടി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്, നമ്മൾ അതല്ല നോക്കുന്നത്. അപ്പൊ 44.70 എന്ന് പറയുമ്പോൾ ഒരു മാസം തന്നെ നമുക്ക് അത്യാവശ്യം നല്ല സാലറി ആയല്ലേ, 4 ലക്ഷം രൂപയുടെ അടുപ്പിച്ച് സാലറി ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്തായാലും അത്രയ്ക്ക് നമ്മൾ പോകുന്നില്ല, അതല്ല നമ്മൾ നോക്കുന്നത്. പിന്നെ RMന്റെ സാലറി 30.320 ആണ്. അപ്പോ ഒരു മാസം തന്നെ 3 ലക്ഷം രൂപ അടുപ്പിച്ച് സാലറി നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. ഇനി നമ്മളുടെ മെയിൻ ഫോക്കസ് ആയിട്ടുള്ളത് ഇതാണ്, നമ്മൾ പറഞ്ഞ പോലെ കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ് ആണ്. 6.20 ലാക്ക് ആണ്. ഏകദേശം 50,000-ഓളം രൂപയാണ് തുടക്ക ശമ്പളം കിട്ടുന്നത്. അപ്പൊ ഇതില് ഇയർലി ഇൻക്രിമെന്റ് ഉണ്ടാവും കേട്ടോ. 0 to 25% എന്തായിരുന്നു ഇൻക്രിമെന്റ് ഓരോ വർഷവും ഉണ്ടാവും. അപ്പൊ അത്യാവശ്യം നല്ല സാലറി കൂടും. ഓക്കെ, അപ്പൊ ഇവിടെ എന്തായിരുന്നു 6.20 ലാക്സ് ആണ്, per annum ആണ് ആർക്ക്, കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവിന്. ഇതെന്തായിരുന്നു നമ്മൾ നോക്കിക്കഴിഞ്ഞെന്ന് വെച്ചാൽ ഇതിന്റെ CTC അപ്പർ റേഞ്ച് ആണ് പറയുന്നത്. അപ്പൊ ഇന്റർവ്യൂവിലായിരിക്കും നിങ്ങളുടെ സാലറി നെഗോസിയേഷനും മറ്റും കാര്യങ്ങളും ഒക്കെ വരുന്നത് ഈ ഒരു ഇതിലാണ് വരുന്നത്. അപ്പോ കൃത്യമായിട്ട് എന്തായിരുന്നു പ്രിപ്പയർ ചെയ്ത് നല്ല രീതിയിൽ നിങ്ങൾക്ക് കയറാവുന്നതാണ്.
ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. പിന്നെ നമ്മുടെ കോഴ്സുകളെ കുറിച്ച് പറയാം. നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗും അതുപോലെ തന്നെ ഡേറ്റ അനലിറ്റിക്സും എന്ന് പറയുന്ന കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മൾ ലൈവ് ക്ലാസ്സുകളാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ റെക്കോർഡ് സെഷൻ കൊടുക്കുന്നുണ്ട്, മെന്ററിംഗ് സപ്പോർട്ട് ഉണ്ട്. പിന്നെ നമുക്ക് ഒത്തിരി AI ടൂൾസ് ഉപയോഗിച്ചിട്ടാണ് പഠിക്കുന്നത്. ഡുവൽ സർട്ടിഫിക്കേഷൻ ഉള്ള കോഴ്സാണ് കേട്ടോ. ഡുവൽ സർട്ടിഫിക്കേഷൻ ഉള്ള കോഴ്സാണ്. നമ്മൾ തന്നെ പ്രൊജക്ട്സ് ഒക്കെ കൊടുക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടുന്ന് ഇറങ്ങുമ്പോഴേക്കും അത്യാവശ്യം പ്രാക്ടിക്കലി ഉള്ള ധാരണയും കൂടിയിട്ട് നമ്മൾ തരുന്നുണ്ട്. പിന്നെ ഈ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡേറ്റ അനലിറ്റിക്സിന്റെ 6-ാം തീയതി സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഈ മാസം 27-ാം തീയതിയാണ്. 100% കരിയർ അസിസ്റ്റൻസ് ആണ് പറയുന്നത്. നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് ചെയ്തു കഴിഞ്ഞാൽ ജോലി ഇല്ലാതെ ഇറങ്ങേണ്ടി വരില്ല. 100% കരിയർ അസിസ്റ്റൻസ് ആണ് ഇവിടെ പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ജോലി കിട്ടുന്നവർ, ഗവൺമെന്റ് ജോലി കിട്ടുന്നവരെ, ഒരു ജോലി ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായും രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിന്റെ ലിങ്ക് എവിടെ കിട്ടും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലൊക്കെ എന്തായിരുന്നു നമുക്ക് ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ലിങ്കിൽ ജസ്റ്റ് ഒന്ന് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവരെ വിളിച്ചോളും. എന്നിട്ട് എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞോളും. വിളിച്ച് ബുദ്ധിമുട്ടിക്കോ അങ്ങനെയൊന്നുമില്ല. അവരുടെ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് പറഞ്ഞോളും. ഓക്കെ, അപ്പൊ എന്തായാലും വീണ്ടും അടുത്തൊരു സെഷനിൽ നമുക്ക് കാണാം കേട്ടോ. ബൈ.